അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയ. ധനവും മക്കളുമെല്ലാം ഈ ഭൗതികമായ ജീവിതത്തിലെ അലങ്കാരമാണ് എന്നാണ് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നാം ഇന്ന് മാതാപിതാക്കളെ അതിക്രൂരമായി ലഹരിക്കടിമപ്പെട്ടുകൊണ്ട് കൊല്ലുകയും എന്നിട്ട് സ്വന്തം മാതാപിതാക്കളെ അതിക്രൂരമായി കൊന്നിട്ട് ഞാൻ ഒന്ന് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് വരട്ടെ എന്നാണ് പലരും പറയുന്നത്. അതേസമയം വിശുദ്ധമായ ഇസ്ലാമിൻ്റെ ശിക്ഷ നടപടികൾ ഈ രാജ്യത്ത് നടപ്പാക്കിയെങ്കിൽ മാത്രമേ ഇതേപോലെയുള്ള ഈ പ്രവർത്തനങ്ങൾ ഈ രാജ്യത്ത് അവസാനിപ്പിക്കുകയുള്ളൂ. കൊന്നവനെ അതേപോലെ തന്നെ തിരിച്ചു കൊല്ലുകയും അങ്ങനത്തതായ ശിക്ഷാ നടപടികൾ കൊണ്ടുവരിക. അല്ലാതെ 12 കൊല്ലം ജയിലിലിട്ട് ഭക്ഷണം കൊടുക്കുന്നതായ സംവിധാനമാണ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ നടപടി. ഇത് മാറ്റിക്കൊണ്ട് നാം ഇസ്ലാമികമായ ശരീഅത്ത് ഇവിടെ കൊണ്ടുവന്നാൽ ഇതേപോലെയുള്ള ഈ പ്രവർത്തനങ്ങൾ അവസാനിക്കുന്നതാണ്. അതുകൊണ്ട് നാം ഇത്തഖുല്ലാഹ്, അള്ളാഹുവിനെ നാം തഖ്വ ചെയ്ത് നാം ജീവിക്കുവാനും ഭൗതികവും ആത്മീയവുമായിട്ടുള്ള 2 വിദ്യാഭ്യാസങ്ങളും നേടിയെടുക്കുവാനും നാം ശ്രമിക്കുകയും ചെയ്യുക. അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം, വിജ്ഞാനമെന്നുള്ളത് ഇസ്ലാമിൻ്റെ ജീവനാഡി എന്നാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നാം വിജ്ഞാനങ്ങളെ നാം കരസ്ഥമാക്കുകയും അത് നാഫിയാക്കുവാനും നാം ശ്രമിക്കുക. അല്ലാഹു തആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അല്ലാഹു തആല കബൂലാക്കുകയും ചെയ്യുമാറാകട്ടെ.